നമ്മൾ കാത്തിരുന്ന വണ്ടി ഇപ്പോഴാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. താർ റോക്സ് നേരത്തെ എനിക്ക് കിട്ടിയിരുന്നില്ല. ഇപ്പോഴാണ് നമ്മുടെ വയലാട്ട് മഹേന്ദ്രയിൽ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ എല്ലാവർക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു ടൈമാണ് താർ റോക്സ്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മിഡ് വേരിയൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. MX-5 ഡീസൽ ഓപ്ഷൻ മാനുവൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചൂസ് കാക്കാസിലേക്ക് സ്വാഗതം. MX-5 ഡീസലാണ്. അപ്പോൾ MX-5ൽ AX7Lലുമുള്ളൊരു മാറ്റങ്ങളും കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. MX-5 മിഡ് വേരിയൻറ്റിൽ നമുക്ക് എന്തൊക്കെ വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. MX-5 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു മിഡ് വേരിയൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു വെർത്തായിട്ടുള്ളൊരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു വാഹനം തന്നെയാണ് ഈ MX-5 എന്ന് പറയുന്നൊരു വേരിയൻറ്റ്. അപ്പോൾ അതിൽ നമുക്ക് വരുന്നത് ഓൾറെഡി നമുക്ക് AX ടോപ്പ് എൻഡിൽ വരുന്ന DR ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വരുന്നുണ്ട്, ഹെഡ് ലൈറ്റ് യൂണിറ്റിൽ. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, സെൻസേഴ്സ് വരുന്നുണ്ട്. 360 ക്യാമ നമുക്ക് ഈ ഒരു MX-5ൽ വരില്ല. ബാക്കി എല്ലാം ഈ ഒരു MX-5ൽ വരുന്നതാണ്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് 18 ഇഞ്ചിന്റെ അലോയ്സ് ആണ് വരുന്നത്. നമുക്ക് ഡുവൽ ടോൺ അലോയ്സ് ആണ് വരുന്നത്. ഒരു സിൽവറും ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ള ഒരു അലോയ്സ് ആണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 19 ഇഞ്ചിന്റെ അലോയ്സ് വരുന്നത്. സൈഡ് ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ORVM നമുക്കൊരു ഇലക്ട്രിക് ORVM അല്ല വരുന്നത്. ഇവിടെ നമുക്ക് 360 ക്യാമറയും വരുന്നില്ല 3X5ൽ. കണ്ടു കഴിഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് നമുക്ക് തോന്നുള്ളൂ. MX-5ൽ വരുമ്പോൾ ഇത് വാല്യൂ ഫോർ മണി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രൈസ് കാര്യങ്ങൾ എക്സ്-ഷോറൂം പ്രൈസ് ഞാൻ നേരത്തെ ലാസ്റ്റ് പറയാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിലൊരു സ്റ്റിക്കറിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഡെസേർട്ട് ഡ്രൈവ് പോലെ നമ്മുടെ ഒരു കാറും പിന്നെ ഒരു ക്യാമലും ഉള്ളൊരു സ്റ്റിക്കറാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ടൈൽ ലൈറ്റിലേക്ക് പോകുമ്പോൾ ടൈപ്പ് ഉള്ള ടെയിൽ ലൈറ്റും കാര്യങ്ങളാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇതും നല്ലൊരു ഭംഗിയുള്ള ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു സ്റ്റോപ്പ് ലൈറ്റും നമുക്ക് ഈ ഒരു ഈ ബമ്പറിന്റെ താഴത്ത് വരുന്നുണ്ട്. ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട്. സ്പെയർ വീല് വരുമ്പോൾ നമുക്കൊരു ക്യാപ്പ് മോഡലാണ് ഈ ഒരു MX-5ൽ വരുന്നത്. സ്പെയർ വീലിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റിവേഴ്സ് ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡീഫോഗർ വരുന്നുണ്ട്, സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു വൈപ്പർ നമുക്ക് ഈ ഒരു MX-5ൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നമുക്കൊരു 447 ലിറ്ററാണ്. അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വേരിയൻറ്റിലും വരുന്ന ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു വാഹനത്തിലും ഉള്ളത്. ഈ ഡോർ സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും കാണാം. നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ചസ് ആണ് ഇതിൽ കാണുന്നത്. ഇവിടെ ഒരു താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസും നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നേരെ നമുക്ക് ഇന്റീരിയറിൽ MX-5ൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ താർ റോക്സിലെ ഇന്റീരിയർ വരുന്നത്. നമുക്ക് 2 ഷെയ്ഡുള്ള ഒരു ഡാഷ്ബോർഡ് നമുക്ക് വരുന്നത്. നമുക്ക് ടോപ്പ് എൻഡിൽ വരുമ്പോൾ നമുക്ക് ലെതർ ഫിനിഷ് ആണെങ്കിൽ ഇവിടെ വരുന്ന ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഹേന്ദ്ര താറിന്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. 10.25ന്റെ ഇൻഫോടൈം സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് എൻഡിലാണ് നമുക്ക് അട്രീനോക്സിന്റെ വലിയൊരു ക്ലാരിറ്റി ഉള്ളൊരു സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സർക്കിളിലായിട്ടാണ് നമുക്കൊരു AC വെന്റുകൾ വരുന്നത്. നടുക്കായിട്ട് നമുക്കൊരു കാർബൺ ഫൈബറിന്റെ ഒരു പാറ്റേൺ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് AC ക്ലൈമറ്റ് കൺട്രോൾ ആണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇതിന്റെ താഴെ തന്നെ നമുക്കൊരു ട്രാക്ഷൻ കൺട്രോൾസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ് വരുന്നുണ്ട്, സൂം ആൻഡ് സിപ്പ്, സ്നോ എന്ന് പറയുന്ന മോഡ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമുക്കൊരു 15 വോൾട്ടിന്റെ സീറ്റിന്റെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. USB പോർട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് വരുന്നത്. നോർമൽ ഹാൻഡ് ബ്രേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾസ്ട്രി ആയിട്ടൊരു സീറ്റ് കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. ടോപ്പ് എൻഡിൽ നമ്മൾ AX7Lൽ വരും വെന്റിലേറ്റർ സീറ്റാണ് നമുക്ക് വരുന്നത്. MX-5ൽ നമുക്കൊരു നോർമൽ സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. AX7Lലാണ് ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സ് നമുക്ക് എല്ലാ വേരിയന്റിലും വരുന്നുണ്ട്. ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത് 2 ട്വീറ്റർ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 4 സ്പീക്കേഴ്സാണ് ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് നമുക്ക് സിംഗിൾ സൺറൂഫ് ആണ് ഇതിൽ വരുന്നത്. ഇതാണ് നമ്മുടെ സിംഗിൾ സൺറൂഫ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റിൽ
പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. MX5 നമുക്കൊരു സിംഗിൾ ആയിട്ടുള്ള സൺറൂഫും കാര്യങ്ങളും വരുന്നത്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ലെതർ ഫിനിഷിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അഡാസിൻ്റെ സ്വിച്ചസ് നമുക്ക് ഈ ഒരു MX5 വരുന്നതില്ല. പിന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള അനലോഗും കാര്യങ്ങളാണ് വരുന്നത്. ഇതിൽ നമുക്ക് ടയർ പ്രഷർ കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ബട്ടണാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ MX5 വരുന്നത്. പിന്നെ പെട്രോൾ ഫ്യൂവലിൻ്റെയും പിന്നെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹിൽ ഡിസിഷൻ്റെ ഒരു സ്വിച്ചസ് നമുക്ക് വരുന്നുണ്ട്. പാർക്കിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ലൈറ്റിങ്ങിൻ്റെ സ്വിച്ച് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ ഹാൻഡിൽ പിടിച്ച് കയറാവുന്ന ഹാൻഡിലും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ബാക്ക് റോ വരുന്നത്. നമ്മുടെ താർ റോക്സിൻ്റെ അത്യാവശ്യം നല്ല നോർമലായിട്ട് ഒരു 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ. ലെഗ് സ്പേസ് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട്. പിന്നെ നമുക്ക് ബാക്ക് സൈഡിൽ വരുമ്പോൾ ഒരു AC വെൻറ്റ് വരുന്നുണ്ട്. ഒരു ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫോൺ വെക്കാവുന്ന ഒരു സ്പേസും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ആംബ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കവർ ചെയ്തേക്കുന്നുണ്ട്, നമുക്കത് പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 3 ഹെഡ് റെസ്റ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നല്ല എനിക്കിപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം എനിക്ക് നല്ല കംഫർട്ടാണ് ഈ ഒരു ഭാഗത്തിരിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന ഒരു ഹാൻഡിലും കാര്യങ്ങളും 2 സൈഡിലും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ പറഞ്ഞ പോലെ സ്പീക്കേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലിരിക്കുമ്പോൾ ഒരു സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളും. ഇതും അപ്പോൾസ്റ്ററി സീറ്റും കാര്യങ്ങളാണ്. ഡോർ സൈഡിൽ പോകുമ്പോഴും അവിടെയും ഒരു പവർ വിൻഡോ, നമുക്കൊരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടതാണ്. അവിടെയും നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ബെൽറ്റ് ഇട്ടില്ലെങ്കിലുള്ളൊരു കാര്യമാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇൻറ്റീരിയറിലെ കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് പോകാം. നമ്മുടെ എംഹോക് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ കാണുന്നത്. 2184 cc ആണ് ഈ വരുന്നത്. 150 bhp ആണ്. 3750 RPM-ലാണ്. 330 Nm ടോർക്കാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ പവർ കാര്യങ്ങളൊക്കെ വരുന്നത്. എംഹോക് എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അത്യാവശ്യം നല്ല പവർഫുൾ എഞ്ചിനാണ്. 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ ബേ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു അഗ്രസീവ് ലുക്ക് തന്നെയാണ് ഈ ഒരു എൻജിൻ കാണാൻ തന്നെ. അപ്പം താർ റോക്സ് ഓടിക്കാൻ ആഗ്രഹിക്കുന്നവർ ടൈം കളയേണ്ട, വയനാട്ടിലേക്ക് വരിക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡ്രൈവ് ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ ഡ്രൈവും കാര്യങ്ങളും നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇത് MX5 ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒറ്റയടിക്ക് ടോപ്പിലേക്ക് നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ MX5 ഒരു മിഡ് വേരിയൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഇത് വാല്യൂ ഫോർ മണിയാണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 16,99,000 രൂപയാണ്. വയനാട് മഹീന്ദ്രയിലേക്ക് പോവുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. ഇതാണ് എനിക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. ഒരു രക്ഷയില്ല വണ്ടി ഓടിക്കാനായിട്ട്. മാനുവൽ ഒരു അടിപൊളിയാണ് ഓടിക്കാൻ. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും അടിപൊളിയാണ്. പക്ഷെ മാനുവൽ എന്ന് വെച്ചാൽ വണ്ടി എന്തൂസിയാസ്റ്റിന് ഇഷ്ടപ്പെടുന്നത് മാനുവലാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു വാഹനം മാനുവലാണ്, ഡീസലാണ്, ഒരു രക്ഷയില്ല, കിട്ടില്ലാണ്. October 3 ഇതിൻ്റെ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ October 12 ഡെലിവറി ചെയ്യാനും പറ്റും. അപ്പോൾ വയനാട് മഹീന്ദ്രയിൽ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ എപ്പിസോഡായിട്ട് കാണാം. ബൈ.